ഹദീസ് ബുഖാരിന്ന് ഞാൻ നിഷേധിച്ചിട്ട് ഞാൻ ലഈഫാക്കിയിട്ട് എന്തേ നഷ്ടപ്പെട്ടു? സലാം സുല്ലമിയുടെ കുപ്രസിദ്ധമായ ക്ലിപ്പ്, അതൊന്നും മറക്കാൻ പറ്റാത്ത ക്ലിപ്പാ. കാണിച്ചു കൊടുക്കും മോനെ. ഇതെന്നെയാ പറഞ്ഞത്. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്? നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ലാതെ കൂട്ടാൻ ഞാൻ ഒരു ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏതും സംഭവിക്കൂല. കാരണം മുജാഹിദികൾ നിങ്ങളെ വാക്ക് സ്വീകരിക്കൂലല്ലോ. നിങ്ങളെ വാക്ക് സ്വീകരിക്കണം. നിങ്ങളെ മുരീദന്മാർക്ക് നഷ്ടം സംഭവിച്ചു. കുറെ എണ്ണത്തിന് താടി പോയി, കുറെ എണ്ണത്തിന്റെ തുണി നിലത്തുകൂടിയാണ്. എന്ന് മാത്രല്ല, ബൈക്കിന്റെ പിന്നിർത്തി അന്യപെണ്ണിനെ കൊണ്ടുപോകാനാ നിങ്ങളെ ഫത്വ അല്ലേ? സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണം. അപ്പൊ പേരോട് പറഞ്ഞു ശ്രമിച്ചാൽ മതി, ഒഴിവായിക്കൊള്ളണം എന്നില്ല. ഇങ്ങനെ നാണം കെട്ട ഫത്വ കൊടുത്തു. എവിടുന്നാ കിട്ടിയത്? അവർ നിങ്ങൾ ഉപയോഗിച്ചത് ബുഖാരിന്റെ ഹദീസാ അല്ലേ? നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ 60 ഹദീസ് ലഈഫ് ആക്കിയിട്ടില്ല എന്ന് പറയണില്ല, മൂപ്പര് ലഈഫ് ആക്കിയിട്ടുണ്ട്. മുജാഹിദുകൾക്ക് എന്താ നഷ്ടപ്പെട്ടത്? മുജാഹിദുകൾ നിങ്ങളെ വാക്ക് തഖ്ലീദ് ചെയ്യുന്ന കാലം കടന്നുപോയി. അതുണ്ടാകില്ലെങ്കിൽ തിരിച്ചു വരില്ല. നിങ്ങൾക്ക് KM മൗലവി മുതൽ KP യുടെ മരണം വരെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനം സലഫിയത്തിനെ ഉയർത്തിപ്പിടിച്ച കാലം, നിങ്ങൾ ഇടക്കാലത്ത് കയറിക്കൂടി സലഫിയത്തിനെ ചവിട്ടിത്താഴ്ത്തി അഖ്ലാനിയത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചു. 99 2000 കാലത്ത് അത് പിടികൂടി. 2002 നിങ്ങൾ പുതിയ ചിന്താധാരയുമായി പുറത്തുപോയി. ജിന്ന് ബാക്ടീരിയ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്താ കാരണം? നിങ്ങളെ ബുദ്ധിക്ക് ദഹിക്കുന്നില്ല. കേട്ടോളൂ, സുല്ലമി പറയട്ടെ. ഒന്ന് വാറോല ഹദീസ്, പിന്നെ സ്ഥിരപ്പെട്ട ഹദീസിനെതിരെ, പിന്നെ സഹിയാണ് തന്നെ വൈറസിനും ഫംഗസിനും ബാക്ടീരിയൊക്കെ അറബി ഭാഷയിൽ പ്രയോഗിക്കുക. ജിന്നിനെ വേറെ വാദം മുഹമ്മദ് നബി പ്രയോഗിച്ചില്ല വാദം. എന്നാ ഇത് വേറെ മുഹമ്മദ് നബി പ്രയോഗിച്ചത് വേറെ വാദം പറഞ്ഞുകൊണ്ടേ. വൈറസിന് മുഹമ്മദ് നബി എന്താ പ്രയോഗിച്ചത്? ബാക്ടീരിയക്ക് എന്താ പ്രയോഗിച്ചത്? ഫംഗസിന് എന്താ പ്രയോഗിച്ചത്? ബാക്ടീരിയ ആക്കിയല്ലോ ജിന്നിനെ. ഈ ഇതിനൊക്കെ അറബി ഭാഷയിൽ പ്രയോഗിക്കും. പാമ്പിന് വരെ ഖുർആൻ ജിന്നി ഇവിടുത്തെ ഖത്തീബ, പഴയ ഖത്തീബ മറന്നുമായിരുന്നു നിങ്ങള്. അഖ്ലാനിയത്ത് ഇവിടെ വിത്ത് മുളപ്പിച്ച ആളാ. അവസാനം ഇവിടുന്ന് കരഞ്ഞ് മിമ്പർമെന്ന് ഇറങ്ങിപ്പോയതാ. എന്നെ പുറത്താക്കിയോ എന്നും പറഞ്ഞിട്ട്. എന്താ സംഗതി എന്നറിയോ? ഇയാള് പറയാണ് ബാക്ടീരിയക്കും വൈറസിനും മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? മുഹമ്മദ് നബി എന്ന് പറയും, പല മുഹമ്മദ് നബി എന്നല്ല. ആയിക്കോട്ടെ, എന്താണ് പഠിപ്പിച്ചത്? ഇയാൾക്ക് ദഹിക്കാത്തതാ പ്രശ്നം. നിങ്ങൾ രാവിലെ എണീറ്റാൽ 3 പ്രാവശ്യം വെള്ളം കയറ്റി ചീറ്റണം. അവന്റെ നാസാരന്ധ്രങ്ങളിലാണ് രാത്രി പിശാച് കഴിച്ചൂട്ടിയത്. മലക്ക് അഭൗതിക സൃഷ്ടിയല്ലേ? അഭൗതിക സൃഷ്ടിയെ മൂക്കിലെത്തുക? അയാൾക്ക് സംശയം. അപ്പൊ ഇയാളുടെ മൂക്കിലെ കൊറ്റൻ അല്ലെങ്കിൽ മൺതരി റോഡ് സൈഡ് കിടക്കുന്നവർക്ക് അവർക്ക് മാത്രമുള്ളതാണ്. പറഞ്ഞില്ലേ നിങ്ങൾ? പ്രസംഗിച്ചില്ലേ നിങ്ങൾ? നാണക്കേട്. അതുപോലെ കക്കൂസ് കയറിയ പൊളിയുടെ തൗഹീദാ മടവൂരിന്റെ തൗഹീദ്. കാരണം ജിന്ന ഭൗതികാണ്. അപ്പൊ ഹുബുദും ഖബായിദും ആൺപിശാചും പെൺപിശാചും സുല്ലമി ചോദിക്കുന്നുണ്ട്. ക്ലിപ്പിടാൻ സമയമല്ല, വേണ്ടി വന്നതൊക്കെ നമുക്കടാ. മടവൂരിസം ഒന്നുകൂടി പൊളിച്ചെഴുതണം, അപ്പോഴേ മനസ്സിലാകുള്ളൂ. ഹുബുദ് ഖബായിദ് ആൺപിശാചും പെൺപിശാചും. സുല്ലമി ചോദിക്കുക, ആൺപിശാചും പെൺപിശാചും അതിന്റെ ഉള്ളിൽ എന്താ മധുവിത ആഘോഷിക്കുക? അതായത് കേരളം പിടിച്ചു വെക്കേ. കാരണം അഭൗതിക സൃഷ്ടി അങ്ങനെ കക്കൂസിൽ വന്നതാ മൂപ്പര പ്രശ്നം. കണ്ടങ്ങള്. അപ്പൊ മൺതരിയാക്കി. എന്നിട്ട് മൂപ്പര് പറഞ്ഞു അവിടെ ആൺകൊതുവും പെൺകൊതുവാണ് ഉദ്ദേശം. അപ്പൊ കൊതുവാക്കി, മൂക്കിലെ പൊത്തനാക്കി, ബാക്ടീരിയാക്കി, വൈറസ് ആക്കി. ഇതന്നെ ഹദീസ് നിഷേധം. അല്ലാതെ ഹദീസ് പ്രമാണമല്ല എന്ന് പറയലല്ല. പോയി ഇങ്ങെത്തുന്നത് ചേകനൂരിസത്തിലേക്കാണ്.